Hi friends, I'm so excited to share what I have cooked this time. A perfect soft moisture cake. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു 1.5 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് വിസ്ക് ഉപയോഗിച്ച് നന്നായി ഇളക്കുക. 3 പ്രാവശ്യം അരിക്കുന്നവരും ഉണ്ട്. ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്താലും മതി. ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ബട്ടർ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായി ബീറ്റർ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കുക. 1 ഗ്ലാസ് പൊടിച്ച പഞ്ചസാര ഒരു 3 വട്ടമായിട്ട് ഈ ബട്ടറിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ ഇല്ലാത്തവർ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് മിക്സിയിലാണെങ്കിലും നന്നായിട്ട് ഇത് അടിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം 2 മുട്ട ഒഴിക്കുക. ചിലർ പറയാറുണ്ട് മുട്ട ഉപയോഗിക്കുമ്പോൾ മുട്ടയുടെ സ്മെല്ല് വരുന്നുണ്ടെന്ന്. പക്ഷേ നന്നായിട്ട് ബീറ്റ് ചെയ്താൽ ഒരു സ്മെല്ലും വരത്തില്ല. മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ആഡ് ചെയ്തു. ഇനി ബീറ്റ് ചെയ്യാൻ പാടില്ല. ഇനി ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലൊരു തവിയോ വല്ലതും വെച്ചിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ പാർട്സായിട്ട് വേണം ആഡ് ചെയ്യാൻ. ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്ന ഒരു 3 പാർട്സായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്ത് ആഡ് ചെയ്യുകയാണ്. ബാറ്റർ നല്ലതായിട്ട് കട്ടിയാവുകയാണെങ്കിൽ പാൽ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാല് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. കേക്ക് നല്ല സോഫ്റ്റും മോയ്സ്ചറും ആകാൻ വേണ്ടി ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ മിക്സറിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു റിബൺ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് കട്ടിയാകാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസാകാനും പാടില്ല. ഇതുപോലെ ഒരു റിബൺ കൺസിസ്റ്റൻസി നമുക്ക് കേക്ക് ബാറ്ററിന് ആവശ്യമാണ്. ഒരുപാട് കട്ടിയാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാലൊഴിച്ച് കൊടുത്താലും മതി. നമ്മുടെ കേക്ക് ബാറ്റർ ഏകദേശം റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് 6 ഗ്ലാസ്സിലായിട്ട് ഡിവൈഡ് ചെയ്യണം. ആദ്യം ഓരോ സ്പൂൺ വെച്ചിട്ട് ഈ 6 ഗ്ലാസ്സിലും ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ. ഇപ്പം ഞാൻ 2 സ്പൂൺ വീതം എല്ലാ ഗ്ലാസ്സിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. റെയിൻബോ കേക്കല്ല, നിങ്ങൾ സാധാ കേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നിങ്ങൾക്ക് ബേക്ക് ചെയ്യാവുന്നതാണ്. ഇനി എൻ്റെ കയ്യിലുള്ള കളറ് ആഡ് ചെയ്യുകയാണ്. ഞാൻ ആദ്യം ഗ്രീൻ കളർ ആഡ് ചെയ്തു. കളർ ആഡ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് അവക്കാഡോ വെല്ലം ഗ്രീൻ കളറിന് പകരം യൂസ് ചെയ്യാം. പിന്നെ ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്, റെഡ് കളർ എടുത്തിട്ടുണ്ട്. യെല്ലോ, റെഡ്, ബ്ലൂ ഈ 3 കളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കളറും ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ മഞ്ഞ കളറില്ലാത്തതുകൊണ്ട് ഞാൻ ശകലം മഞ്ഞപ്പൊടി പാല് ഞാൻ ചേർത്ത് ഒരു മഞ്ഞ കളറാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ബീറ്റ്റൂട്ട് ശകലം അരച്ചതിൻ്റെ ജ്യൂസാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എൻ്റെ ബാക്കി വന്ന മഞ്ഞ കളറിലോട്ട് ഒരു സ്വല്പം റെഡ് കളർ ആഡ് ചെയ്തപ്പോൾ എനിക്ക് ഓറഞ്ച് കളറും കിട്ടി. എൻ്റെ വീട്ടിലെ സാധാ ഒരു പാത്രമാണിത്. ഇതിനകത്താണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. നന്നായിട്ട് ബട്ടർ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് അതും ഒന്ന് ബട്ടർ വെച്ച് തേച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ബാറ്റർ ഒരുപാട് കട്ടിയാണെങ്കിൽ ശകലം പാലൊഴിക്കുക. ഒരു 3 തുള്ളി വിനാഗിരിയും കൂടി ചേർത്തിട്ട് വേണം ഒഴിക്കാൻ. കേക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി ഒരു വലിയ പാത്രം എടുത്തിട്ട് 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഗ്യാസ് വെച്ചിട്ട്
നമുക്കിതിനെ പ്രീ ഹീറ്റ് ചെയ്യണം. കേക്കിൻ്റെ പാത്രം കട്ടിയില്ലാത്തതുകൊണ്ട് ഞാനൊരു 2 പാത്രം ഈ വലിയ പാത്രത്തിനകത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കേക്കിൽ വെക്കുക. അതൊരു 15 to 20 മിനിറ്റ് കുക്ക് ചെയ്യാം. അതിൽ കൂടുതൽ കുക്ക് ചെയ്താൽ ചിലപ്പോൾ കട്ടിയായി പോകും. നിങ്ങൾ ആ സമയം തന്നെ ഒരു ടൂത്ത് പിക്ക് വെച്ച് നോക്കണം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. അതിനായിട്ട് ഒരു 2 ഗ്ലാസ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വാനില എസൻസും ആഡ് ചെയ്തിട്ട് അതിനുശേഷം വിപ്പിംഗ് ക്രീം ലോ സ്പീഡിൽ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യാവൂ, അല്ലെങ്കിൽ അതിൽ എയർ ബബിൾസ് കയറും. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം എപ്പോഴും ഫ്രീസറിലാണ് വെക്കേണ്ടത്. കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം വിപ്പിംഗ് ക്രീം ഫ്രീസറിൽ നിന്നും മാറ്റി നോർമൽ ഫ്രിഡ്ജിലോട്ട് വെക്കണം. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി എത്തുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതായത് ബീറ്ററിൽ നിന്നും വിപ്പിംഗ് ക്രീം താഴെ പോകരുത്. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എൻ്റെ 6 കേക്കും സെയിം പാത്രത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. ഏറ്റവും ലാസ്റ്റിൽ ഉണ്ടാക്കിയ കേക്കാണിത്. അതും നല്ല സോഫ്റ്റ് ആൻഡ് മോയ്സ്ചർ കേക്കായിട്ടാണ് കിട്ടിയത്. ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വിനാഗിരിയും പാലും ആഡ് ചെയ്താൽ കേക്ക് എപ്പോഴും സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇനി അഥവാ 6 പാത്രം നിങ്ങൾക്ക് സെയിം ഉണ്ടെങ്കിൽ സെയിം ടൈമിൽ തന്നെ കുക്ക് ചെയ്താലും മതി. ഇതിപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ തന്നെയാണ് എല്ലാ കേക്കും കുക്ക് ചെയ്തത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആൻഡ് മോയ്സ്ചർ കേക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കേക്കിനെക്കാട്ടിൽ ചെറിയൊരു പാത്രമോ അതിലോ എടുത്തിട്ട് നമുക്ക് ഈ കേക്കിൻ്റെ സൈഡൊക്കെ ഒന്ന് മുറിച്ച് കൊടുക്കാം. ഈ സൈഡ് നമുക്ക് ലാസ്റ്റിൽ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ എല്ലാ കേക്കും റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ക്രീം മിക്സ് ചെയ്യാം. വിപ്പിംഗ് ക്രീം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ അത് കീപ്പ് ചെയ്യണം. അടി ലെവലല്ലാത്തൊരു സാധാ പഴയ പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ചപ്പാത്തി പലക അതിലൊന്ന് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ക്രീം ഒന്ന് തേച്ച് കൊടുക്കുകയാണ് നമ്മുടെ കേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി. ക്രീം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ എല്ലാ കേക്കും 1 by 1 ആയിട്ട് ഇട്ടിട്ട് വിപ്പിംഗ് ക്രീം ഇടുക. എന്നിട്ട് ടേബിൾ ഒന്ന് തിരിച്ചു കൊടുക്കുക. നിങ്ങളുടെ കേക്ക് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. 1/2 കപ്പ് പഞ്ചസാരയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് ജസ്റ്റ് തിളയ്ക്കുമ്പോൾ ഓഫ് ചെയ്താൽ മതി. കാരമൽ ആകാൻ നിൽക്കണ്ട. പക്ഷേ എൻ്റെ കേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് മോയ്സ്ചർ കേക്ക് ആയതുകൊണ്ട് ഞാനിവിടെ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നില്ല. ക്രീം ഒന്നും ആഡ് ചെയ്യാൻ അറിയാത്തവർക്ക് ഒരു പേടിയും വേണ്ട. ജസ്റ്റ് ക്രീം ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വട്ടം ചുറ്റിച്ചാൽ മതി. മുകളിലും അതുപോലെ തന്നെ സൈഡിലും ക്രീം എല്ലാം തേച്ച് കൊടുത്തിട്ട് യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ATM കാർഡോ അല്ലെങ്കിൽ എക്സ്പയർഡ് ആയ നോൾ കാർഡോ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. മുകളിലും സൈഡിലും എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതിനുശേഷം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കണം. എന്നിട്ട് വീണ്ടും നമ്മുടെ കേക്ക് എടുത്ത് അടുത്ത ലെയറായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യണം. ക്രീം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മുടെ കാർഡ് എടുത്തിട്ട് വീണ്ടും അത് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ എൻ്റെ നോൾ കാർഡിൻ്റെ ഒരു സൈഡ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് കേക്കിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാൻ മുകളിലും ഒന്ന് ഇതുപോലൊന്ന് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് മുറിച്ച് മാറ്റിയ പീസ് ചെറുതായി പൊടിച്ചിട്ട് ഇതുപോലെ കേക്കിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് കേക്ക് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും വിശേഷ ദിവസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വീട്ടിലുണ്ടാക്കാവുന്ന ഒരു അടിപൊളി കേക്കാണ്. നല്ല സോഫ്റ്റ് യമ്മി കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ബൈ ബൈ.